വക്രദൃഷ്ടി തുടരുന്നു. സർവതന്ത്ര സ്വതന്ത്രനായ PC ജോർജ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മുന്നണികളിൽ നിന്നും അകലം പാലിച്ച് എല്ലാവരെയും വിമർശിച്ച് സർവതന്ത്ര സ്വതന്ത്രനായി വിഹരിക്കുകയാണ്. സമുദായ സംഘടനാ യോഗത്തിൽ പങ്കെടുത്ത് PC ജോർജ് മുമ്പ് പ്രസംഗിച്ചു പോയ മന്ത്രി MM മണിയെ വിമർശിക്കാത്തത് അല്പം ബഹുമാനമുള്ളതുകൊണ്ട് മാത്രം. ഇതേ സംഘടനയുടെ നേതാവുമായി ചേർന്ന് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ രൂപീകരിച്ച മുന്നണി പിരിച്ചുവിട്ട് സാമുദായിക സംഘടനകളുമായി അകലം പാലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച PC ജോർജ് വീണ്ടും അതേ സംഘടനയ്ക്ക് വേണ്ടി രംഗത്തെത്തുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ ആണെന്ന് മാത്രം. ഞാൻ പറയേണ്ടത് എന്താണെന്ന് ബോധ്യമുള്ളയാളാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് മണിസഖാവിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ട് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഈ രീതിയിലുള്ള പ്രസംഗം കേട്ട് 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 മടുത്ത ആളുകളാണ് നാടാർ സമൂഹം. ഇതുവരെ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുന്നുമില്ല. അപ്പം ഞാൻ മണിസഖാവിനെ എനിക്കിഷ്ടമാണ്. ഞാൻ വല്ലതും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാകും എന്നെനിക്കൊരു ഭയം. വേറൊരു മന്ത്രിയാണ് പോടാ എന്ന് പറഞ്ഞ് ഞാൻ മറുപടി പറഞ്ഞത്. ഇങ്ങനൊരു കാറൊന്നും അല്ല, നല്ല കർഷകരെ ഇവിടുത്തെ കുടിയേറ്റ കർഷകനെ സഹായിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ടൊരു സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് വളരെ മിതമായ ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാവരും നാടാരെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങളെ പാലം കടത്തുക എല്ലാവരും കൂടെ ഞാൻ പറഞ്ഞേക്കാം. മനസ്സിലായി? പ്രസംഗിക്കുമ്പോൾ ഒലത്തി തരിക. എന്ത് കിട്ടി നിങ്ങൾക്ക്? പിണറായി സർക്കാരിന്റെ നേട്ടവും കോട്ടവും എന്തെന്ന് PC ജോർജ് പറയും. ആകപ്പാടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നിട്ട് ഇപ്പോൾ റേഷനും ഇല്ല, ഒന്നുമില്ല, ഗതികേടിലാണ്. പെൻഷനും ഇല്ല. പെൻഷനില്ല മോളെ, എത്ര പേരെ കരുതുകൊണ്ട് നടക്കുന്നു. പക്ഷേ ഒരു ഗുണം കിട്ടി. ഈ മതത്തിന്റെ പേരിൽ സംഘടന വെച്ച് ഗവൺമെന്റിനെ മൂപ്പിച്ച് പേടിപ്പിക്കുന്ന കുറെ മാന്യന്മാരുണ്ടായിരുന്നു. അവരെ എല്ലാം ഒന്ന് ശല്യം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു മാന്യൻ ഈ മണിസഖാവിനെ പറ്റി വിളിച്ചത് കുറയ്ക്കുന്ന ഒന്ന് ആലോചിച്ച്. ആ വിളിച്ച മാന്യൻ മണിസഖാവ് MLA ആയപ്പോൾ മണിസഖാവിനെ പോലെ നല്ലവരില്ലെന്ന് പോരെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒരു കക്ഷിയാണ്. അങ്ങനെ ബഫൂണിന്റെ വേഷമായി. ഇപ്പോൾ വിശദിക്കാൻ പറ്റുമോ? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് PC ജോർജുമായി എല്ലാവരും ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കണം. മനസ്സിലായോ? ഞാൻ കോൺഗ്രസ് ആവട്ടെ കീച്ചരുത്. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. അവിടെ കമ്മ്യൂണിസ്റ്റാണ് കൊടുക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ഇത്രയും വലിയ മഹത്വം തമിഴ്നാടിൻ്റെ പറയുന്നല്ലോ, കേരളത്തിൻ്റെ പറയുന്നല്ലോ. 6 ഇഡ്ഡലി വേണം എനിക്കൊരു ദിവസം. 6 ഇഡ്ഡലി മതി എനിക്ക് രാവിലെ. തമിഴ്നാട്ടിലാണ് ജനിച്ചെങ്കിൽ 6 രൂപയ്ക്ക് 6 ഇഡ്ഡലി കിട്ടിയേനെ. എൻ്റെ പരിപാടി ശരിയായി. ഇവിടെ കിട്ടുന്ന 48 രൂപയാണ്. മുടിഞ്ഞ വിലയാണ്. എന്നിട്ട് പറയുക മഹത്വം, കേരളത്തിൻ്റെ മഹത്വം പ്രസംഗിക്കുക. ഇവനെയൊക്കെ അടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. എന്താണ് ഒളിച്ചു വെക്കുന്നത്? തമിഴ്നാട്ടിൽ ചെന്ന് അമ്മ കൈക്കൂലിക്കാരി, അഴിമതിക്കാരി, 1 ലക്ഷം സാരിയുണ്ട്, ചെരുപ്പ് 10,000 ഉണ്ട്. അവർക്ക് എന്തുണ്ടായാലും അവർ മരിച്ചു. ആത്മാവിന് നിത്യശാന്തി തരിക. പാവപ്പെട്ടവന് ഊണ് വേണമെങ്കിൽ ഉച്ചയ്ക്ക് എന്ന് ഒരു 5 rupees 5 രൂപ കൊടുത്താൽ സുന്ദരമായ സാമ്പാറും ചോറും ആവശ്യത്തിന് 2 പേർക്കുണ്ടാകും. ഒരു 3 രൂപ അങ്ങോട്ട് കൊടുത്താൽ നല്ല സുന്ദരമായ തൈരും ചോറും 2 പേർക്കുണ്ടാകും. അതായത് 8 രൂപയ്ക്ക് 4 പേരുടെ ഉച്ചക്കത്തെ ഊണ് നടക്കും തമിഴ്നാട്ടിൽ. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി മുടിഞ്ഞ ഭരണം നടത്തി നമുക്ക് ഒരാൾക്ക് ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ 70 രൂപ മുതൽ 120 രൂപ വരെ കൊടുക്കണം. മനസ്സിലായോ? നല്ല ഭരണമാണ്. നല്ല ഭരണം 57 മുതൽ കൊടുത്തോ, നിങ്ങൾ കൊടുത്തോ, കുത്തിക്കോ, എനിക്കൊരു വിരോധമില്ല. തമിഴ്നാട്ടിൽ ജനിക്കാതെ പോയതിൽ ശരിക്കും ദുഃഖിക്കുകയാണ് തമിഴ് തായ് മകനായ PC ജോർജ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമുക്ക് 44 നദിയുണ്ടല്ലോ. ശരിയാണല്ലോ മോളെ, തർക്കമില്ലല്ലോ. 3 അവിടെ പടിഞ്ഞാട്ട് ഒഴുകുന്നത്, ബാക്കി 4 കിഴക്കുന്ന് പടിഞ്ഞാറോട്ടൊഴുകി 41 നദിയിലെ വെള്ളം കടലിൽ പോവുക. ഇവിടെ കുടിവെള്ളത്തിന് 1 ലിറ്ററിന് 15 രൂപ മുതൽ 20 രൂപ വരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
തമിഴ്നാട് കർണാടകത്തിൽ നിന്ന് കേരളത്തിൽ നിന്നും വെള്ളം മോട്ടിക്കുക എന്നാ പറയുന്നത്. മോട്ടിച്ചോളാം എന്നാ പറയുക, ആയിക്കോട്ടെ മോട്ടിച്ചോളാം. പക്ഷേ അവിടെ 1 ലിറ്റർ വെള്ളത്തിന് മാക്സിമം 10 രൂപ. അതെങ്ങനെയാണ്? ഇവിടെ 20 രൂപ. ഇവിടെ വെള്ളം കൊണ്ട് കിടക്കപ്പുറത്തേക്കില്ല. വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, അവിടെ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളിലും തമിഴ്നാട്ടിൽ BPL APL നോക്കാതെ എല്ലാ കുടുംബങ്ങളിലും ഒരു കളർ TV, ഒരു ഗ്രൈൻഡർ, ഒരു മിക്സി, ഒരു ടേബിൾ ഫാൻ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുക. തമിഴ്നാട്ടിൽ എല്ലാ വീട്ടിലും. ഇവിടെ അതൊന്നും വേണ്ടായിരുന്നു. റേഷൻ ചോറ് തന്നാൽ മതിയായിരുന്നു ഈ കാലമാടന്മാര്. ഇതൊക്കെ പറയാൻ PC ജോർജ് ഇത്ര വൈകിയത് എന്താണെന്ന് ചോദിച്ചാൽ ജോർജിന് മറുപടിയുമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നീ എവിടെ ആയിരുന്നു? നീ MLA ആയിട്ട് 10-30 കൊല്ലമായില്ലേ? നിന്റെ കണ്ണ് എവിടെ ആയിരുന്നു? ഇത്ര ആളും മിണ്ടാതിരുന്ന എന്താ? ന്യായമായ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ മാന്യന്മാരായോണ്ട് എന്നോട് ചോദിച്ചില്ല. ഞാൻ സത്യം പറയാം, എൻ്റെ കണ്ണ് മൂടപ്പെട്ടിരുന്നു. ഈ നാണം കെട്ട രാഷ്ട്രീയക്കാർക്ക് മുമ്പിൽ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും പണയം വയ്ക്കപ്പെട്ടിരുന്നു. സത്യമാണ്. 2 കൊല്ലമായി ആ പണയത്തിൽ നിന്ന് ഞാൻ മോചിതനായി. ഇനി ഒരുത്തരെയും ഞാൻ മര്യാദ പഠിപ്പിക്കാതെ വിടുകയില്ല. ധൈര്യമായിട്ട് നിങ്ങളിരുന്നു. സർവസ്വതന്ത്രനായ PC ജോർജ് പുതിയൊരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ ഫെഡറേഷൻ ഉണ്ടാക്കി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാനാണ് ശ്രമം എന്ന് തോന്നുന്നു. അതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ ഇടയ്ക്കിടെ പറയുന്നത്. ഇനിയൊരു കൃഷിപ്പാട്ട് കേൾക്കാം ഇടവേള കഴിഞ്ഞ്. അതെ, ഇതെന്തു പറ്റി? നേരത്തെ ഇങ്ങനെ ഉണ്ടാകാറുള്ളതാണോ? എന്ത് പറ്റാനാ? മൂപ്പര് നാടൻ പാട്ടുകളുടെ ഉസ്താദല്ലേ? വക്ര